നമസ്കാരം. വിജയൻ എന്ന പേര് കേരളത്തിൽ നിരോധിച്ചിരിക്കുന്നു. പണ്ട് കറുത്ത തുണി നിരോധിച്ചതുപോലെ മൈക്കിനെ തെറിവിളിച്ചതുപോലെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വിജയൻ എന്ന പേരും നിരോധിച്ചിരിക്കുന്നു. ഇനി വിജയൻ എന്ന പേര് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ മര്യാദ പുരുഷോത്തമന്മാരായി കള്ളവും വഞ്ചനയും ചതിയും ഒന്നും ചെയ്യാതെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പോലെ ശുദ്ധമായ കൈകളുമായി മടിയിൽ കനമില്ലാതെ ജീവിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പത്രത്തിൽ ആദ്യമായി വാരാന്ത പതിപ്പില്ലാതായതിനു പിന്നിലെ കാരണം കള്ളൻ വിജയനാണ്. അതായത് പത്രത്തിൽ വിജയൻ എന്ന പേരിനൊപ്പം കള്ളൻ എന്നുകൂടി വന്നതും മുന്നിൽ VSന്റെ നല്ല രാഷ്ട്രീയം അല്ലെങ്കിൽ ശരിയായ കമ്മ്യൂണിസം പറയുന്നതും ഒക്കെ കൂടിയായപ്പോൾ ഹാലിളകിയ സാക്ഷാൽ പിണറായി വിജയന്റെ ക്രോധാഗ്നിയിൽ എരിഞ്ഞ് ചാമ്പലാകാതിരിക്കാൻ മുക്കിയതാണ് സഖാക്കൾ വാരാന്ത പതിപ്പ്. വിവാദങ്ങൾക്കിടെ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പടങ്ങിയ വാരാന്ത പതിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് CPM മുഖപത്രമായ ദേശാഭിമാനി. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടിൽ VSന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന KV സുധാകരൻ എഴുതിയ അനുസ്മരണ ലേഖനമാണ് പ്രധാന പേജിലുള്ളത്. വിവാദത്തിന് ആധാരമായ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ലേഖനം വാരാന്ത പതിപ്പിലില്ല. പതിവായി ഞായറാഴ്ച പുറത്തിറങ്ങുന്ന ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇന്നലെ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നില്ല. പിൻപേജിൽ നാടകക്കളരി നടത്തുന്ന വിജയൻ എന്നയാളെ കുറിച്ച് കള്ളൻ വിജയൻ എന്ന പേരിൽ ഫീച്ചർ അച്ചടിക്കാനായി തയ്യാറാക്കിയിരുന്നു. ഈ ഫീച്ചർ ഉള്ളതിനാലാണ് വാരാന്ത പതിപ്പ് അച്ചടിക്കാതിരുന്നത് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. VSനെ കുറിച്ചുള്ള അനുസ്മരണ ലേഖനവും പ്രസിദ്ധീകരിക്കേണ്ട പതിപ്പായിരുന്നു ഞായറാഴ്ചത്തേത്. 21-നാണ് VSന്റെ 1ാം ചരമവാർഷികം. അതിനു മുൻപായി വരുന്ന ഞായറാഴ്ച എന്ന നിലയിലാണ് 19-നുള്ള വാരാന്ത പതിപ്പിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഫീച്ചർ തയ്യാറാക്കിയത്. പ്രധാനപ്പെട്ട ഒന്നായിരുന്നിട്ടും വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാത്തതാണ് ചർച്ചയായത്. വാരാന്ത പതിപ്പിന്റെ പിൻപേജിൽ നാടകക്കളരി നടത്തുന്ന വിജയൻ എന്നയാളെ കുറിച്ച് കള്ളൻ വിജയൻ എന്ന പേരിൽ മറ്റൊരു ഫീച്ചറും ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. എന്നാൽ ഇത് പ്രസിദ്ധീകരിക്കാതെ തടഞ്ഞു. കള്ളൻ വിജയൻ, ധന്യ നാടകഗ്രാമം, മുത്തുപ്പാറ PO എന്ന പേരിൽ നാടക കലാകാരനായ വിജയനെ കുറിച്ചുള്ള ലേഖനമായിരുന്നു ഇത്. CPMലെ മുൻകാല വിഭാഗീയതയ്ക്കൊപ്പം ഈ ഫീച്ചർ വ്യാഖ്യാനിക്കപ്പെടുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ വാരാന്ത പതിപ്പ് അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിർത്തിവെച്ചുവെന്നാണ് ആരോപണം. 1ാം പേജിൽ VSും അവസാന പേജിൽ കള്ളൻ വിജയനും ഫീച്ചറായതോടെ ദേശാഭിമാനിയുടെ പാർട്ടി ചുമതലയുള്ളവർക്ക് അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുണ്ട് എന്ന സന്ദേഹമുണ്ടായി. പ്രിന്റ് ചെയ്യുന്നതിന് മുൻപാണ് ഇത് ഒഴിവാക്കാനുള്ള തീരുമാനമുണ്ടായത്. സംഭവം വിവാദമായതിനെ തുടർന്ന് തെറ്റുപറ്റിയത് തനിക്കാണെന്ന് കള്ളൻ വിജയനെ കുറിച്ച് ഫീച്ചർ തയ്യാറാക്കിയ മാധ്യമ പ്രവർത്തകൻ സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിടുകയും ചെയ്തു. ഫീച്ചർ ആവശ്യത്തിനായി ദേശാഭിമാനി തന്റെ പക്കൽ നിന്ന് ചിത്രവും വിവരങ്ങളും ശേഖരിച്ചിരുന്നുവെന്ന് വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം നിഷേധിച്ച് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ കൂടിയായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് രംഗത്തെത്തി. സാങ്കേതിക കാരണങ്ങളാലാണ് വാരാന്ത പതിപ്പ് അച്ചടിക്കാൻ കഴിയാതിരുന്നതെന്നും മറ്റെല്ലാ പ്രചരണവും അടിസ്ഥാനരഹിതമാണ് എന്നും അദ്ദേഹം വാദിച്ചു. പ്രസ് തകരാറിലായതിനാലാണ് വാരാന്ത പതിപ്പ് അച്ചടിക്കാൻ കഴിയാതെ പോയതെന്നും അത് തിങ്കളാഴ്ച വിതരണം ചെയ്യുമെന്നും സ്വരാജ് പറഞ്ഞു വെച്ചു. കള്ളൻ വിജയൻ എന്ന പേരിലൊരു ഫീച്ചറും ദേശാഭിമാനി കൊടുത്തിട്ടില്ല എന്നും സ്വരാജ് പറഞ്ഞു. ഇതിപ്പോൾ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിരുന്നെങ്കിൽ സാധാരണ ഒരു വാർത്ത പോലെ അതും ഞായറാഴ്ചയിലെ പത്രമായി ഇന്ന് പുലരുന്നത് മുതൽ പഴയ വാർത്തയായി മാറുമായിരുന്നു. ഇനിയിപ്പോൾ പിണറായിക്ക് കള്ളൻ വിജയൻ എന്നൊരു ചെല്ലപ്പേര് കൂടി അറിഞ്ഞുകൊണ്ട് സഖാക്കൾ ഇട്ടുകൊടുത്തതുപോലെ ആയിപ്പോയല്ലോ. അല്ല സഖാക്കളെ, ശരിക്കും അറിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ കൂടി പണി കൊടുത്തതാണ്.